ഹലോ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ നമ്മുടെ വെബ് പേജിലേക്ക് ഐ ഫ്രെയിം, അതായത് ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മറ്റൊരു വെബ്സൈറ്റ് ചേർത്ത് കൊടുക്കുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഐ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ നമ്മുടെ വെബ് പേജിൽ ഐ ഫ്രെയിം ചേർത്ത് കൊടുക്കാം, എങ്ങനെ നമുക്ക് ഐ ഫ്രെയിം പ്രവർത്തിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഇന്ന് അതിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്, അതായത് ഐ ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പല കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഫയലാണ്. ഇതിൽ ചെറിയൊരു മാറ്റം ഞാനിവിടെ വരുത്തുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക, ഐ ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഐ ഫ്രെയിം എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ SRC എന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫയൽ തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. .html എന്ന ആ .ddhtml എന്ന ഫയൽ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഫ്രെയിം എന്നുള്ളത് നമ്മൾ 0 ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രെയിമിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രെയിം ബോർഡറിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. 1 എന്ന് കൊടുത്താൽ അതിന് ചുറ്റും ബോർഡർ ഉണ്ടാവും, അതേപോലെ 0 എന്ന് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ബോർഡർ ഇവിടുന്ന് ഒഴിവായിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് ഇതിനൊരു നെയിം കൂടി ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ചേർത്ത് കൊടുക്കാത്ത ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഇതിനൊരു നെയിം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നെയിം ഈക്വൽ ടു ഇഷ്ടമുള്ള ഒരു പേര് ചേർത്ത് കൊടുക്കാം. ഞാൻ ഐ ഫ്രെയിം _A എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള എന്ത് പേര് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പേരെന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിൻ്റെ വിഡ്ത്ത് ചേർത്ത് കൊടുക്കുന്നു. വിഡ്ത്ത് ഞാൻ 100% ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് സ്ക്രീന് നമുക്ക് ഫുൾ സ്ക്രീനായി വരാൻ വേണ്ടിയാണ് നമ്മൾ വിഡ്ത്ത് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഹൈറ്റ് ഞാനൊരു പിക്സലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹൈറ്റ് ഞാനൊരു 300 പിക്സൽ ഹൈറ്റും ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ ഈ ഫയലൊന്ന് നമ്മൾ റണ്ണ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ റണ്ണ് ചെയ്യിപ്പിക്കാൻ നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിൽ നമുക്ക് ഈ ഫയലൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നേരത്തെ ചെയ്ത അതേ പ്രോഗ്രാം തന്നെ നമ്മളിവിടെ സ്ക്രീനിൽ ഒന്നുകൂടി ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ താഴെ നമ്മളൊരു ബട്ടണ് അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇതിൻ്റെ താഴെ നമ്മൾ പാരഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാരഗ്രാഫിൻ്റെ ടാഗായ P എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു ഹൈപ്പർ ലിങ്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഹൈപ്പർ ലിങ്കിൻ്റെ ടാഗായ A എന്നാണ് ചേർത്ത് കൊടുത്തത്. അതായത് ആങ്കർ ടാഗാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. href എന്ന ഭാഗത്ത് നമുക്ക് ആ ബട്ടൺ, അതായത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് പേജാണോ ഓപ്പൺ ചെയ്ത് വരേണ്ടത് ആ പേജിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരാൻ വേണ്ടി എൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്കിതിന് ഒരു ടാർജറ്റ് എന്നും ചേർത്ത് കൊടുക്കാം. അതായത് ഏത് ഭാഗത്താണോ നമുക്ക് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരേണ്ടത് അതിൻ്റെ ടാർജറ്റ് കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ടാർജറ്റ് എന്നത് നമ്മൾ ഇവിടെ മുമ്പ് ഒരു നെയിം ചേർത്ത് കൊടുത്തിരുന്നു. ആ പേര് തന്നെ ആയിരിക്കണം നമ്മൾ ടാർജറ്റ് ആയിട്ടും സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഐ ഫ്രെയിം _A എന്നും നമ്മൾ അതിന് ടാർജറ്റ് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് സ്ക്രീനിൽ എന്താണോ മെസ്സേജ് വേണ്ടത് അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വന്ന് ക്ലിക്ക് ഹിയർ ഓപ്പൺ വെബ്സൈറ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചോയ്സാണ്, നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ ഫയൽ ഞാനൊന്ന് സേവ് ചെയ്തു. അതിനുശേഷം ഞാനിതിവിടെ വന്ന് ഒന്ന് റണ്ണ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്ന് ലോഡ് ചെയ്ത് വരുമ്പോൾ നേരെ താഴെ ഇവിടെ നമുക്കൊരു ഹൈപ്പർ ലിങ്ക്, ഒരു ലിങ്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഈ ഐ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതാണോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് ചേർത്ത് കൊടുത്തത് ആ രൂപത്തിൽ നമുക്ക് ആ വെബ്സൈറ്റ് ഇവിടെ വന്ന് ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ പ്ലേസിൽ നമ്മൾ കൊടുത്ത വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ ടാർജറ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ കൊടുത്ത ഈ ടാർജറ്റ് എന്നും നമ്മൾ ഈ ഫ്രെയിമിന് നമ്മൾ ചേർത്ത് കൊടുത്ത നെയിമും ഏതാണ്ട് ഒരേപോലെ തന്നെ ആയിരിക്കണം. ഓക്കെ, ഇതേ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മളെ യൂട്യൂബിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ നമുക്ക് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ നമ്മുടെ വെബ്സൈറ്റിൽ എങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നതാണ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യൂട്യൂബിൽ പോവുക. യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് വീഡിയോ ആണോ പ്ലേ ചെയ്യേണ്ടത് ആ വീഡിയോ ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സിൻ്റെ മുമ്പ് ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആയ
വീഡിയോ ആണ് ഹൗ ടു ആഡ് ജാവാസ്ക്രിപ്റ്റ് ഓൺ എ വെബ്സൈറ്റ് എന്ന വീഡിയോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും നമുക്ക് കാണിച്ചു തരിക. ഇതിൻ്റെ ഏറ്റവും താഴെ ഇവിടെ ഷെയർ എന്ന, ഞാൻ എൻ്റെ ബ്രൗസർ മലയാളത്തിലാക്കിയത് കൊണ്ടാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കിവിടെ ഷെയർ എന്നായിരിക്കും കാണിച്ചു തരിക. ഈ ഷെയർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് ബോക്സ് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, ഇവിടെ എംബഡഡ് ഉൾച്ചേർക്കുക എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ബ്രൗസറിൽ അത് കാണിച്ചു തരിക എംബഡഡ് എന്നായിരിക്കും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കോഡുകൾ കാണിച്ചു തരും. ഓക്കെ, ഇതിലെങ്ങനെ നമുക്ക് ഈ ഒരു ഐഫ്രെയിമിൻ്റെ കോഡ് നമുക്കിവിടെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ കോഡ് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളുടെ വെബ് പേജിൽ, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന HTML വെബ് പേജിൽ അത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് ഞാനൊരു 1 by 1 ആയിട്ട് ലൈനിലാക്കുന്നുണ്ട്. ഇതിൽ കുറച്ചധികം വന്നതുകൊണ്ട് ഞാനത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് സെപ്പറേറ്റ് ലൈനിലേക്കാക്കി മാറ്റുന്നുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഒറ്റ ലൈനിലായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് പല ഭാഗങ്ങളും ഇതിനെ പുറത്ത് വന്നതുകൊണ്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാനത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്നായിട്ട് നമ്മളിവിടെ 1 by 1 ആയിട്ടുള്ള ലൈനിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിക്സലിലാണ് നമ്മൾ ഹൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ SRC സോഴ്സ്, നമുക്ക് ഏത് പേജാണോ അല്ലെങ്കിൽ ഏത് വീഡിയോ ആണോ പ്ലേ ചെയ്യേണ്ടത് ആ പേജിൻ്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രെയിം ബോർഡർ. ഓക്കെ, ഫ്രെയിം ബോർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്കതിൻ്റെ ബോർഡർ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അത് 0 കൊടുത്താൽ അവിടെ ബോർഡർ ഉണ്ടാവില്ല, 1 ചേർത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ബോർഡർ വരൂ. ഓക്കെ, ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്തിട്ട് ഇതിൻ്റെ ഓരോന്ന് എന്തിനാണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നത് നമുക്ക് സ്റ്റെപ്പ് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ വന്ന് നമ്മുടെ വെബ് പേജ് ഒന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്ന് ഈ രൂപത്തിലായിരിക്കും നമുക്ക് കാണിച്ച് നമുക്ക് എങ്ങനെ വെബ് പേജിൽ ഒരു യൂട്യൂബ് വീഡിയോ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.